ശബ്ദം. ഇപ്പം എന്താണ് ശബ്ദം? ശബ്ദം ഒരു ഊർജരൂപമാണ്. ശബ്ദം എന്താണ്? ഒരു ഊർജരൂപമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ എന്താവശ്യമാണ്? ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം എന്താണെന്നറിയാം? ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. അതുപോലെ പറയുകയാണെങ്കിൽ ശബ്ദം എന്താണ്? ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണ്. ശബ്ദം എന്താണ്? ഒരു അനുദൈർഘ്യ തരംഗമാണ്. അതുപോലെ വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡാണ്. 340 മീറ്റർ പെർ സെക്കൻഡാണ്. മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണെന്ന് അറിയാം? മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ശബ്ദമാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്ന ശബ്ദം. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ശബ്ദമാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്ന ശബ്ദം. അതുപോലെ ശബ്ദോർജ്ജത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? ശബ്ദോർജ്ജത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റുന്നു എന്താണ്? ശബ്ദോർജ്ജത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റുന്നത് മൈക്രോഫോണാണ്. വൈദ്യോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു ലൗഡ് സ്പീക്കർ.